നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെറ്റാമാസ്കിൽ എങ്ങനെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ നെറ്റ്വർക്ക് ശ്രദ്ധിക്കുക. എത്തേറിയം ആണോ BNB ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് എത്തേറിയത്തിൽ വേണമെങ്കിൽ എത്തേറിയത്തിൽ നമുക്ക് യൂസ് ചെയ്യാം, BNB വേണമെങ്കിൽ BNBയിൽ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇപ്പൊ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പോണത് നമ്മൾ BNB സ്മാർട്ട് ചെയിൻ ആണെങ്കിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കിങ്ങനെ BNB തന്നെ വേണം, BNB നെറ്റ്വർക്ക് തന്നെ വേണം. നമുക്കിത് ചേഞ്ച് ചെയ്യാം. ഇവിടെ എത്തേറിയം വേണമെങ്കിൽ എത്തേറിയം ചേഞ്ച് ചെയ്യാം, അത് വേണം BNBയിലേക്ക് ആക്കാം. നെറ്റ്വർക്ക് വേറെ വേണമെങ്കിൽ താഴെ ആഡ് നെറ്റ്വർക്ക് തൊട്ട് കഴിഞ്ഞാൽ വേറെ നെറ്റ്വർക്കിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഈ BNB നെറ്റ്വർക്കിൽ, BNB സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്കിൽ നമുക്ക് മുന്നോട്ടാണ്. നമുക്ക് അടുത്ത ഒരു അക്കൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഈ മേളിൽ കാണുന്ന അക്കൗണ്ട് 1 എന്ന് എഴുതിയേക്കുന്നതിന്റെ സൈഡിൽ ഒരു ആരോ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് തൊടുക. അതിൽ തൊട്ട് കഴിയുമ്പോൾ ഞാനിപ്പോൾ വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ താഴെ ആഡ് അക്കൗണ്ട് ഹാർഡ്വെയർ വാലറ്റ് എന്നുള്ളിടത്ത് തൊടുക. ആഡ് ന്യൂ അക്കൗണ്ടിൽ തൊടുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. അക്കൗണ്ട് ഇപ്പൊ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മൂന്നാമതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ അക്കൗണ്ടാണ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ബാക്ക് പോയിട്ട് നമുക്കിപ്പോ മൂന്നാമത്തെ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അപ്പൊ അത് വേറെ ഇതിലൊന്നുമില്ല. നമുക്ക് അക്കൗണ്ട് ഇതിൽ തൊട്ടിട്ട് തന്നെ ഒന്ന് വേണമെങ്കിൽ ഒന്നിലേക്ക് മാറ്റാം. കണ്ട മേളിൽ മാറി മാറി വരുന്നുണ്ട്. 2 വേണമെങ്കിൽ 2ലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് 3ആണ്. അപ്പൊ 3ലേക്ക് നമ്മൾ വന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു കോയിൻ ആഡ് ചെയ്യണം. കോയിൻ ആഡ് ചെയ്യണമെങ്കിൽ കോയിന്റെ കോൺട്രാക്ട് അഡ്രസ്സ് നമുക്ക് വേണം. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, കോൺട്രാക്ട് അഡ്രസ്സ് പോയി പേസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാനിപ്പോ ഇതില് GCD കോയിന്റെ കോൺട്രാക്ട് അഡ്രസ് ആണ് എടുക്കുന്നത്. ഇപ്പൊ GCD കോയിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ GCD കോയിന്റെ കോൺട്രാക്ട് അഡ്രസ് എടുക്കാൻ നമ്മൾ താഴോട്ട് പോവാം. അതുപോലെ ഏതൊരു കോയിന്റെയും കോൺട്രാക്ട് അഡ്രസ് എടുക്കാൻ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളിപ്പോ വേറെ ഏതെങ്കിലും ആ കോയിന്റെ പേരും വെച്ച് കോൺട്രാക്ട് അഡ്രസ് അടിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ട് അഡ്രസ് കിട്ടും. അപ്പൊ ഇത് ഞാൻ എടുക്കുന്ന GCD കോയിന്റെ ലോഗിൻ പേജിലാണ്. ലോഗിൻ പേജിൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ടോക്കൺ കോൺട്രാക്ട് അഡ്രസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടോക്കൺ ഏതാണെന്നുള്ളത് ശ്രദ്ധിക്കുക. വെബ്20 ആണ്. അതുകൊണ്ടാണ് മെറ്റാമാസ്കില് BNB നെറ്റ്വർക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ കോൺട്രാക്ട് അഡ്രസ് ഒന്ന് കോപ്പി ചെയ്യുക. വീണ്ടും മെറ്റാമാസ്കിൽ വരിക. അപ്പൊ നമ്മൾ പാസ്വേഡ് കൊടുത്ത് മെറ്റാമാസ്ക് വാലറ്റിന്റെ അകത്ത് കയറി ഇനി നമ്മൾ GCD കോയിൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകണം. ആഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു പ്രത്യേക കാര്യം എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 2-3 അക്കൗണ്ടൊക്കെ ഇതിനകത്ത് എടുക്കുമ്പോൾ അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് GCD കോയിനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ്. ഞാനിപ്പോ രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ രജിസ്റ്റർ ചെയ്തു. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരാൾ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറൊരു വാലറ്റ് അഡ്രസ്സ് വേണം. അന്നേരമാണ് നമ്മൾ അടുത്തൊരു വാലറ്റ് അഡ്രസ്സ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒന്നിലും ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്തു, അതായത് ടോക്കൺ എടുക്കാൻ ജോയിൻ ചെയ്തു. രണ്ടാമത്തേൽ അടുത്ത ആളെ ചേർക്കുമ്പോൾ രണ്ടാമത്തേൽ ഇന്ന ആള് ചേർന്നിരിക്കുന്നു എന്ന് എഴുതി വെക്കുക. മെറ്റാമാസ്കിന്റെ 12 കീവേഡ് ഉണ്ടാവും, അത് എഴുതി വെച്ചിട്ടുണ്ടാവും. എല്ലാവരും എഴുതി വെച്ചേക്കുന്നു വിചാരിക്കുന്നു ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്തപ്പോൾ. അപ്പൊ ആ എഴുതി വെച്ച ആ പേപ്പറിൽ തന്നെ നമുക്ക് ഇതിനകത്ത് എത്ര അക്കൗണ്ട് വേണേലും എടുക്കാം. അക്കൗണ്ട് എടുക്കുന്ന 1, 2, 3 എന്ന പേര് സഹിതം എഴുതി നമ്മൾ മുന്നോട്ട് പോവുക, എഴുതി വെച്ച് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ പിന്നീട് മറന്നു ഏത് വാലറ്റിലാണ് ആരെ ചേർത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ആ ക്രമം അനുസരിച്ച് എഴുതി വെച്ച് ഇട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പൊ നമുക്കിനി ഇതിനകത്ത് നമുക്ക് GCD കോയിൻ ആഡ് ചെയ്യാം. അതിന് താഴെ ഇമ്പോർട്ട് ടോക്കൺ കൊടുക്കുക. നമുക്ക് വേണ്ടത് BNB സ്മാർട്ട് ചെയിൻ ആണ്. അത് ഏറ്റവും മുകളിലുണ്ട്. കസ്റ്റം ടോക്കൺ ഇപ്പൊ സെർച്ചിൽ പറ്റത്തില്ല. കസ്റ്റം ടോക്കൺ കൊടുക്കുക. അതിൽ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് വന്നത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക.
ഇപ്പൊ തന്നെ GCD കാണിക്കുന്നുണ്ട്, താഴെ പാൻറ്റ് കാണിക്കുന്നുണ്ട്. നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ GCD കോയിൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ GCD കോയിൻ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഇപ്പൊ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ലിസ്റ്റ് ചെയ്ത കോയിൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുന്ന ടൈം കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ വാങ്ങിക്കേണ്ട സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഈ റിസീവ് അഡ്രസ് എടുക്കുക. ഇവിടെ ഈ താഴെ അതിന്റെ ലിങ്ക് ഉണ്ടാവും, അതൊന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്ക് ആരാണ് അയച്ചു തരുന്നത് അവിടെ അയച്ചു കൊടുക്കുക. അതുപോലെ ഇപ്പൊ GCD കോയിനിൽ ചേരാനാണെങ്കിൽ ഈ ലിങ്ക് അയച്ചു കൊടുക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് കോയിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. GCD കോയിനിൽ ചേരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കൂടെ ജോയിൻ ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം.